നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ ഇന്ന് വെണ്ടാർ കോളേജിലുള്ള NSS സ്റ്റുഡൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ എല്ലാ വർഷവും ഓരോ പബ്ലിക് പ്ലേസുകൾ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യത്തെ ക്ലീൻ പ്ലേസാണ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനുള്ളത്. അപ്പോൾ ഇവർ 51 വിദ്യാർത്ഥികളാണ് ഇവിടെ ഉള്ളത്. ഒരു യൂണിറ്റാണുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് ഇവർ ക്ലീനിങ് പ്രോസസ്സിലേക്ക് കടന്നിട്ടുള്ളതാണ്. ഇന്ന് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ മുന്നിലായിരുന്നു ഫ്ലാഗ് ഓഫ് നടന്നത്. ഇതിൻ്റെ NSSൻ്റെ ടാഗ് ലൈനായ നോട്ട് മീ ബട്ട് യു തന്നെയാണ് ഇവിടെയും കാണാനുള്ളത്. ഒന്നും നമുക്ക് വേണ്ടിയിട്ടല്ല, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് NSSത്തിൽ ഓരോ വിദ്യാർത്ഥികളും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ലാലാമണി, ഡോക്ടർ ലാലാമണി, ശ്രീ വിദ്യാധിരാജ മോഡൽ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ വെണ്ടാർ, കൊട്ടാരക്കര. അപ്പോൾ ഇന്ന് ഇവിടെ ഈ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ NSSന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? ഞങ്ങൾ കഴിഞ്ഞ വർഷം പുത്തൂർ പോലീസ് സ്റ്റേഷനെ ക്ലീൻ ചെയ്തത്. അപ്പോൾ അവിടെ ഒത്തിരി ജോലി ഉണ്ടായിരുന്നു ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനുകൾ ഇതുപോലെ വൃത്തികേടാണോ എന്നൊരു വിചാരം കൊണ്ടാണ് വന്നത്. നമ്മൾ വന്ന് കണ്ടിട്ടില്ലല്ലോ, പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ വന്നു കഴിയുമ്പോൾ ഇവിടെ ക്യാമ്പസ് ഭയങ്കര ക്ലീനാണ്. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ച് വേസ്റ്റൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ ചുറ്റുപാടും താഴെ അമ്പലത്തിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഫ്ലാഷ് മോബ് നടത്തി രാവിലെ. അപ്പോൾ അതെല്ലാം ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് NSSന് ഒരു പ്രോജക്റ്റ് ഉണ്ട്, ക്ലീൻ ഡ്രൈവ് എന്നും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ബിഎഡുകാരാകുമ്പോൾ അവർക്ക് നാളത്തെ കുട്ടികളെ വാർത്തെടുക്കുന്നവരല്ലേ. അപ്പോൾ അവർക്ക് അറിയണം വർക്ക് എന്തുമാത്രം, ഒരു ജോലി എന്ന് പറയുന്നതിൽ എന്തുമാത്രം മഹത്വം ഉണ്ടെന്ന്. ഗാന്ധിജിയുടെ ഫിലോസഫിയൊക്കെ അവർ പുസ്തകങ്ങളിൽ പഠിക്കുന്നേ ഉള്ളൂ. അതവർ കൃത്യമായിട്ട് ഏട്ടിലെ പശു പുല്ലിനില്ലെന്നല്ലേ പറയുന്നത്. പക്ഷേ നമ്മളതിനെ പുല്ല് തിന്നിക്കുവാണ്. ഏട്ടിലെ പശുവാണ്, പക്ഷേ കൃത്യമായിട്ട് അവരുടെ ജീവിതത്തിൽ ഗാന്ധിജിയുടെ തത്വങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമാണിത്. വർക്ക് ഈസ് വർഷിപ്പ് എന്നല്ലേ പറയുന്നത്. അപ്പം ഇത് വർക്കാണ്. എത്ര മണിക്ക് തുടങ്ങിയതാണ്? ഞങ്ങളത് 9:15 ആയപ്പോൾ ഇവിടെ വന്നു. ഒരു ചെറിയ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഇവിടുത്തെ CI പ്രശാന്ത് സാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ തന്നെ സ്റ്റേഷൻ്റെ ചാർജുള്ള വാസു സാർ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ഞങ്ങൾ താഴെ ഫ്ലാഷ് മോബ്, അമ്പലത്തിൻ്റെ മുമ്പിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. അത് കഴിഞ്ഞു. കുട്ടികളിപ്പോൾ കുറച്ചൊക്കെ വൃത്തികേടായി കിടക്കുന്ന ഭാഗങ്ങൾ, കാട് പിടിച്ച് കിടക്കുന്ന ഭാഗങ്ങളുണ്ട്, അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഇന്നത്തെ എത്ര യൂണിറ്റ് ഉണ്ട് കോളേജിൽ? ഒറ്റ യൂണിറ്റേ ഉള്ളൂ. 50 പേരുള്ള ഒറ്റ യൂണിറ്റ്. ഇന്ന് പക്ഷേ 54 പേര് വന്നിട്ടുണ്ട്. ബിഎഡിൽ 54 സ്റ്റുഡൻസ് ഉണ്ട്. അവർ ടീമായിട്ട് അമ്പലത്തിൻ്റെ ഭാഗത്തേക്കും അതും ഒരു ടീം ഈ ഭാഗത്തേക്കും വന്നതാ? അല്ല, നമ്മൾ അവിടെ ഫ്ലാഷ് മോബ് ചെയ്തതേ ഉള്ളൂ. ഇവിടെ അമ്പലത്തിലോട്ട് പോകുന്നില്ല. നമ്മൾ അമ്പലത്തിൻ്റെ ഇതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവർ നേരത്തെ ഈ ജോലി തീരുവാണെങ്കിൽ അവിടെയും കൂടെ വൃത്തിയാക്കാമെന്ന് വിചാരിക്കുന്നു. അവിടെ മുഴുവൻ ഓട്ടോയല്ലേ, അപ്പോൾ നമുക്ക് പിള്ളേർക്ക് ബുദ്ധിമുട്ടായിരിക്കും അവിടെ ക്ലീൻ ചെയ്യാൻ. ഇവിടെ ഒരുവിധം ക്ലീനാക്കി. ഇനി അങ്ങോട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പുറകുവശം കൂടി. NSS വിദ്യാർത്ഥികളൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അറിയാമല്ലോ. ഒത്തിരി അങ്ങോട്ട് അവർ വർക്ക് ചെയ്യത്തില്ല. അപ്പം നമ്മൾ NSSൻ്റെ ഭാഗമായതുകൊണ്ടും BEd സ്റ്റുഡൻസ് ആയതുകൊണ്ടുമാണ് നിർബന്ധിക്കുന്നത്. കാരണം അവർ അറിയണം എന്താണ് ജോലിയുടെ മഹാത്മ്യം എന്ന്. ഇങ്ങനെ ചെയ്യുന്നതൊരു മോശം കാര്യമല്ല എന്നും പരിസരം വൃത്തിയാക്കിയിടേണ്ടത് അത്യാവശ്യമാണെന്നുള്ളൊരു ക്ലെൻലിനെസ്, അതെന്താണെന്ന് ഈ ഗോഡിനെസ് എന്നല്ലേ പറയുന്നത്, അതെന്താണെന്ന് അവർ അറിയണം. അതിനുവേണ്ടി മാത്രം. എന്താണ് മാഡത്തിൻ്റെ പേര്? എൻ്റെ പേര് രാഖി. മാഡത്തിൻ്റെ? ശ്രീലക്ഷ്മി. NSS കോർഡിനേറ്ററാണ്. ഓക്കെ. NSSൻ്റെ ടാഗ് ലൈൻ തന്നെ നോട്ട് മീ ബട്ട് യു ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വൃത്തിയാക്കലായിട്ട് എന്താ പറയാനുള്ളത്? അത് NSSൻ്റെ ഇതിനകത്തുള്ളതാണ് നമ്മളുടെ ഒരു പൊതു ഇടം വൃത്തിയാക്കുക എന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ, നമ്മൾ BEd സ്റ്റുഡൻസ് ആണ്, നാളത്തെ അധ്യാപകരാണ്, നാളത്തെ തലമുറയെ വാർത്തെടുക്കേണ്ടുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങി അവർ ഇൻവോൾവ് ആക്കാൻ ഇത് കൂടുതൽ സഹായകമാകും എന്ന് വിശ്വസിക്കുന്നു. മാഡത്തിന്? ഇത് സർവീസാണ്. ഇതും നമ്മൾക്ക് വേണ്ടി സർവീസ് ചെയ്യുന്ന ഇടമല്ലേ. അത്തരം ഒരു സ്ഥാപനമാണ്, ആൾക്കാരാണ്, അവർക്ക് വേണ്ടി നമ്മൾ സർവീസ് ചെയ്യുക. ഇന്ന് ഈ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? നമ്മൾ ഓരോ വർഷവും ഓരോ പൊതുസ്ഥലങ്ങളാണ്, പിന്നെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തവണ പുത്തൂർ, ഞങ്ങളുടെ അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അടുത്തുള്ള പുത്തൂർ പോലീസ് സ്റ്റേഷനായിരുന്നു.
ഈ വർഷം ഞങ്ങൾ ഇത് തിരഞ്ഞെടുത്തു. അടുത്ത വർഷം വേറെ ഏതെങ്കിലും ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വർഷമാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്. ഓരോ വർഷമാണ് NSSൻ്റെ പ്രോഗ്രാമുകൾ വരുന്നത്, അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നു. ഇത് ഇനി പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥലം ഏതാണ് ക്ലീൻ ചെയ്യാൻ? ഞങ്ങൾ നമ്മുടെ അടുത്തുള്ള അംഗൻവാടികൾ, പിന്നെ നമ്മുടെ വെൽഫെയർ സ്കൂളുകൾ ഒക്കെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെങ്ങനെ ആക്റ്റീവ് ആണോ ഈ വൃത്തിയാക്കുന്ന കാര്യത്തിൽ? ആദ്യമൊക്കെ കുറച്ച് ഉണ്ടായിരുന്നെങ്കിലും മെജോറിറ്റിയും അവർ നന്നായിട്ട് സഹകരിക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവരെത്രത്തോളം ഇത് ചെയ്യും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. എത്ര ടീച്ചർമാർ വന്നിട്ടുണ്ട് ഇപ്പോൾ? ഞങ്ങളൊരു 8 പേരോളം. എല്ലാവരും NSSലുള്ളവർ തന്നെയാണ്? എല്ലാവരും നമ്മൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണ് NSSൽ. അപ്പോൾ കുട്ടികളെ കുറിച്ചിട്ട് എന്താ പറയുന്നത്, ഈ വൃത്തിയാക്കുന്നതൊക്കെ കണ്ടിട്ട്? അതല്ലേ പറഞ്ഞു, ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവരാദ്യമായിട്ടായിരിക്കുമല്ലോ ഇങ്ങനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം ഈ ബാച്ചിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവർക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുഴപ്പമില്ല, എല്ലാവരും ആക്റ്റീവാണ്. എന്താ പേര്? എൻ്റെ പേര് സൂരി. ഞാൻ 1ാം വർഷ വിദ്യാർത്ഥിയാണ് വിദ്യാധിരാജ കോളേജിലെ NSS കോർഡിനേറ്ററാണ്. എന്താണ് ഒരു കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ എന്താ പറയാനുള്ളത്? ഇത്രയും സ്റ്റുഡൻസ് പക്ഷേ വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇവിടെ ഇങ്ങനെ വന്ന് ചെയ്യാൻ പറ്റിയത്. ഫസ്റ്റ് ടൈമാണത്? ഫസ്റ്റ് ടൈമല്ല, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചപ്പോഴും ഉണ്ടായിരുന്നു. അവിടെ കൊട്ടിയം കോളേജിലായിരുന്നു. അപ്പോൾ അവിടുത്തെ പൊല്യൂഷൻ ഇതേപോലെ ഞങ്ങൾ വൃത്തിയാക്കാൻ പോയിരുന്നു. പക്ഷേ അവിടെ ഇത്രയും കൺജഷൻ മീൻസ് ഒരു ജംഗ്ഷനിലല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഏരിയ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫുൾ ഡേ പ്രവർത്തനമായിട്ടായിരുന്നു അന്ന് അത് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ അര ദിവസമാണ് ചെയ്യുന്നത്, ഉച്ചവരെ. അപ്പോൾ ഇവിടെ മാക്സിമം ചെയ്യുന്നുണ്ട്, എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ടീച്ചർമാരായാലും എല്ലാവരും നല്ല രീതിയിലാണ് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങളൊക്കെ തരുന്നത്. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലാണ് നടക്കുന്നത്. എല്ലാവരും ആക്റ്റീവാണ്, എല്ലാവരും നല്ല ഉത്സാഹത്തിൽ നിൽക്കുകയാണ്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത്ര നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായി ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെ ജോലി ചെയ്തില്ലല്ലോ വീട്ടിലായാലും. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനൊരു പരിപാടി ചെയ്യുന്നു. അതേപോലെ ഒരു സാമൂഹ്യ സേവനം എന്നതിലുപരി നല്ലൊരു മികച്ച അനുഭവമാണ് ഇതിനകത്തൂടെ നമുക്ക് കിട്ടുന്നത് എല്ലാവർക്കും. നമ്മുടെ വെണ്ടാർ ശ്രീ വിദ്യാധിരാജ മോഡൽ കോളേജിലെ BEd സ്റ്റുഡൻസ് ആണിത്. അവർ നമ്മുടെ ഒക്ടോബർ 2 നടത്താനിരുന്ന പ്രോഗ്രാമാണ്. നമ്മുടെ സ്റ്റേഷനും പരിസരവും വൃത്തിയാക്കണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ആ സമയത്തൊക്കെ ഭയങ്കര മഴയായതിനാൽ അന്ന് പ്രോഗ്രാം നടന്നില്ല. അതിനുശേഷം അവർ ഇന്ന് വരുവാന്ന് ഇന്നലെ വിളിച്ചറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മുടെ സ്റ്റേഷനും പരിസരവും വൃത്തിയാക്കാൻ വന്നതാണ്. സ്റ്റേഷൻ പരിസരവും വാഹനങ്ങളും കാടും മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് സാധാരണയായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം സ്റ്റേഷൻ്റെ പുറകുവശമായി മലിനമായി കിടന്ന സ്ഥലങ്ങളെല്ലാം അവരിന്ന് രാവിലെ വന്ന് വൃത്തിയാക്കി. അതുകൂടാതെ മണികണ്ഠൻ ആർത്തറിയിൽ രാവിലെ അവരുടെ ഒരു ഫ്ലാഷ് മോബ് ഉണ്ടായിരുന്നു. അത് പൊതുജന ശ്രദ്ധ ആകർഷിക്കത്ത വിധത്തിലുള്ള ഒരു ഫ്ലാഷ് മോബായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ കുട്ടികൾ 9 മണിയോട് കൂടി നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ എത്തി. ഇപ്പോൾ ഏകദേശം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരിസരം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നടന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് വെണ്ടാർ കോളേജിലെ NSS സ്റ്റുഡൻസ് വൃത്തിയാക്കിയൊരു പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. അവർ ഒക്ടോബർ 2 തീയതി ചെയ്യേണ്ട പ്രവൃത്തിയായിരുന്നു ഇത്. അന്ന് മഴ മൂലമായിരുന്നു ഇവിടെ വൃത്തിയാക്കാനത്. ഇന്ന് രാവിലെ വന്ന് വൃത്തിയാക്കി NSS യൂണിറ്റിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് ഉദ്ഘാടനം ചെയ്ത് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ SHO പ്രശാന്ത് സാറാണ്. ഇവരെ കൊണ്ട് കഴിയുന്നത്, ഈ NSS സ്റ്റുഡൻസിനെ കൊണ്ട് കഴിയുന്ന പോലീസ് സ്റ്റേഷൻ്റെ പരമാവധി ഭാഗം അവർ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ്. കാരണം നമുക്ക് വേണ്ടിയിട്ടല്ല ഇത് നമ്മൾ ചെയ്യുന്നത്, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. NSS എന്ന് പറയുന്ന ഓരോ സ്റ്റുഡൻസും അത് അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം നന്ദന.